വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിനായി പാകിസ്ഥാനിലേക്ക് പോയതായി അവകാശപ്പെടുന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ ഇറാൻ ശക്തമായി നിഷേധിച്ചു. അറാഖ്ചിയോ ഗാലിബാഫോ രാജ്യം വിട്ടിട്ടില്ലെന്നും പ്രാദേശിക സംഭവ വികാസങ്ങൾക്കിടയിൽ ദേശീയ കടമകൾ സജീവമായി നിർവഹിക്കുന്നുണ്ടെന്നും അവർ ടെഹ്റാനിൽ തന്നെ ഉണ്ടെന്നും ആണ് പ്രസ് ടിവി പറയുന്നത്. നേറ്റോ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചകളെ തുടർന്ന് യൂറോപ്പിൽ നിന്ന് ചില യുഎസ് സൈനികരെ പിൻവലിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തായ്വാൻ പ്രതിപക്ഷ നേതാവുമായി ബെയ്ജിംഗിൽ നടന്ന ഒരു സുപ്രധാന നയതന്ത്ര യോഗത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ചൈനീസ് ജനതയും തായ്വാൻ ജനതയും ഒന്നിക്കുമെന്ന് പറഞ്ഞു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് സൗദി അറേബ്യയ്ക്ക് ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് ഉണ്ടായിരുന്നു. റെഡ് സീയിലേക്ക് ഡയറക്റ്റായിട്ട് ഓയിൽ എത്തിക്കാനുള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള ഇറാനിൽ നിന്നുള്ള അറ്റാക്സ് കാരണം ഈ ഒരു പൈപ്പ് ലൈനിന് കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, സൗദിയിൽ ഉണ്ടായിരുന്ന പല എനർജി ഇൻഫ്രാസ്ട്രക്ചറിനും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എണ്ണയുടെ വില സാധാരണ നിലയിലാകാൻ മാസങ്ങൾ എടുത്തേക്കാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രമുഖ AI കമ്പനിയാണ് ആന്ത്രോപിക്. പുറത്തുനിന്നുള്ള വിതരണക്കാരെ AI ചിപ്പിന് വേണ്ടി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഇപ്പോൾ ആന്ത്രോപിക് സ്വന്തമായിട്ട് AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിപ്പ് ഹോപ്പ് സംഗീത ശാഖയുടെ മുൻഗാമികളിൽ ഒരാളായ ആഫ്രിക്ക ബംബാറ്റ 68-ാം വയസ്സിൽ അന്തരിച്ചു. 1980-കളിൽ ഹിപ്പ് ഹോപ്പ് സംസ്കാരത്തെ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. പ്ലാനറ്റ് റോക്ക് എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാത ഗാനം ഇലക്ട്രോ ഫങ്ക് സംഗീതത്തിന് തുടക്കം കുറിച്ചു. ഗ്യാങ് സംസ്കാരത്തിൽ നിന്ന് യുവാക്കളെ മോചിപ്പിക്കാനും സംഗീതത്തിലൂടെയും കലയിലൂടെയും സമാധാനം പ്രചരിപ്പിക്കാനുമായി അദ്ദേഹം യൂണിവേഴ്സൽ സുലിനേഷൻ എന്ന സംഘടന സ്ഥാപിച്ചു. ചന്ദ്രനെ വലം വെച്ചുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ഒറിയോൺ പേടകത്തിലെ 4 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയിലേക്ക് മടങ്ങുന്നു. അമേരിക്കൻ സമയം ഇന്ന് രാത്രി 8 മണിക്ക്, ഇന്ത്യൻ സമയം നാളെ രാവിലെ 5:30 സാന്റിഗോ തീരത്ത് പേടകം കടലിൽ പതിക്കും. 50 വർഷത്തിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയിലെ നിർണായക ഘട്ടമാണിത്. ചന്ദ്രനെ നേരിട്ട് വലം വെച്ച് ഭൂമിയിലേക്ക് മടങ്ങുന്ന രീതിയിലായിരുന്നു ഈ 10 ദിവസത്തെ യാത്ര. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന പേടകത്തിന്റെ വേഗത പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് കുറച്ചാണ് കടലിൽ ഇറക്കുന്നത്. ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാക്കുന്നതിനും ഭാവിയിൽ ചൊവ്വാ ദൗത്യങ്ങൾക്കും മുന്നോടിയായുള്ള ഒരു പരീക്ഷണമാണ് ഇത്.